ഇന്നേ 3 വെറൈറ്റി ദോശയാണേ. ആദ്യം തട്ടുദോശ ഒഴിക്കുന്നത്. തട്ടുദോശ എന്ന് പറയുമ്പോൾ തീരെ ചെറുതല്ല, എന്നാലും കനം കൂട്ടിയാണ് ഒഴിച്ചത്. അച്ഛനും അമ്മയ്ക്കും തട്ടുദോശ മതി എന്ന് പറഞ്ഞു. അവർക്ക് കനം കുറച്ച് പരത്തുന്ന ദോശ അത്ര ഇഷ്ടമില്ല. അതുമാത്രമല്ല, അവർക്കൊരു 7 ആകുമ്പോഴേ കൊടുക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് സമയമാവുമല്ലോ. അതുകൊണ്ട് ആദ്യം അവർക്ക് ദോശ ഒഴിച്ചു. അതിൻ്റെ കൂടെ അടിപൊളി തക്കാളി ചമ്മന്തി. പിന്നെ രണ്ടാമത് ഒഴിക്കുന്ന ആർക്കാണെന്നറിയാമോ? രണ്ടാമത്തെ മോന്. അവന് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടലിൽ കഴിച്ചപ്പോൾ അതിൻ്റെ മസാല അവന് ഇഷ്ടപ്പെട്ടില്ല. ഒരു പച്ച ചൊവയുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അന്ന് തൊട്ടേ പറയുക, അമ്മേ വീട്ടിൽ മസാല ദോശ ഉണ്ടാക്കി തരണേന്ന്. നിങ്ങൾ ചോദിക്കാം, എന്തിനാ ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ തരത്തിലുണ്ടാക്കുന്ന ജോലിയല്ലേ, ആവശ്യമില്ലാത്ത ശീലങ്ങളല്ലേന്ന്. അങ്ങനെയല്ല. വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ലേ. ചിലപ്പോൾ 2-ലധികം ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു ദുശീലം അല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാത്രം എങ്ങനെ അതൊരു ദുശീലമാവുന്നത് അല്ലേ? നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമല്ലേ നമുക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. നാളെ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുവാണെങ്കിലോ അല്ല ഒരു ജോലി സ്ഥലത്തോ, എന്തിന് കല്യാണം കഴിക്കുമ്പോൾ വരുന്ന മരുമോൾക്ക് നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അവിടെയും അവർക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്തായാലും അവർക്ക് എന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും ചില സമയത്തൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവർ ചോദിക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇതുകൂടെ വലിയ മോനുണ്ട്. അവൻ ഹോസ്റ്റലിലാണ്. അവൻ അവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം എന്തായാലും നല്ല ഭക്ഷണം തന്നെയാണ്. എന്നാലും വീട്ടിൽ വരുമ്പോൾ അവൻ പറയും, അമ്മേ ഒരാഴ്ച ഹോസ്റ്റലിൽ ഇരുന്ന് കഴിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താ എന്ന് പറയും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അവനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതാർക്കാണെന്നറിയാമോ? മോൾക്ക്. അവൾ പറഞ്ഞു, 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു ബീറ്റ്റൂട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അതുപോലെ ഇന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾക്ക് ബീറ്റ്റൂട്ട് ദോശ ഉണ്ടാക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി വെതറി, പിന്നെ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചീകിയിട്ടിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിൻ്റെ കൂടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടില്ലേ അതിലും കൂടി ഒരു 2 സ്പൂൺ ഇട്ട്. ഞാനൊരു റീൽസിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, തട്ടുകടയിലൊക്കെ ഇതുപോലെ ഒരു മസാല അവരിട്ട് മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മസാലയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അരച്ച് വെച്ച ആ തക്കാളി ചമ്മന്തി 2 സ്പൂണും കൂടി ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത്, കണ്ടപ്പോൾ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. ബാക്കി ഇരുന്ന മാവ് ഞാൻ ദോശ ഒഴിച്ചു. ആദ്യമേ തന്നെ 2-3 ദോശ ഇടയ്ക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. അതിപ്പോൾ നല്ല വടി പോലെ ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കനം കുറച്ച് ഒഴിക്കുന്ന ദോശ അന്നേരം തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കടി കൊള്ളില്ല. ഇത് കട്ടിക്ക് പരത്തുന്ന ദോശ ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. 2 പേർക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അയ്യോ ദൈവമേ ഇത്രയും സന്തോഷം, അതല്ലേ നമുക്ക് വേണ്ടേ. മോളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഉടനെ തന്നെ എനിക്ക് ഇച്ചിരി വാരി തന്നു. ഉമ്മയൊക്കെ തന്നപ്പോൾ അപ്പുറത്തിരിക്കുന്നു വിചാരിച്ച് അയ്യോ ഞാൻ കൊടുത്തില്ലല്ലോ ഒന്ന് എടി ഇവിടുന്ന് അവനും ഒരു ദോശ തന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.